യേശുക്രിസ്തുനാഥ സ്നേഹവന്ദനം പ്രിയരെ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായത്തിനകത്ത് വാക്യം വായിച്ച് കേൾപ്പിച്ചിട്ട് അതിനകത്തൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 18 വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അടുക്കിൽ വരും. അടുത്ത പറയാം, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വചനമാണല്ലേ പ്രിയരെ. അപ്പൊ ഈ വചനത്തിന്റെ അകത്ത് ആ ഒരു നന്മ കിടക്കും പ്രിയരെ. യേശു കർത്താവ് നമ്മളോട് പറയുന്ന ഒരു വലിയൊരു വാക്തത്വം എന്താണെന്നറിയാമോ? കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. പ്രിയരെ, എത്ര വലിയൊരു പ്രോമിസാണ് നമുക്ക് തരുന്നത് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് എന്ത് ചെയ്യുന്നു? അനാഥത്വം, ആരുമില്ല എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും നമ്മുടെ ഉള്ളിൽ കടന്നു വരാറുണ്ട് അല്ലേ? അത് കടന്നു വന്ന് നമ്മുടെ മനസ്സിനെ വല്ലാതെ ആക്രമിച്ചിട്ട് നമ്മുടെ ഉറക്കങ്ങൾ, മറ്റുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് നഷ്ടം വരാറുണ്ട്. അപ്പം അതുകൊണ്ട് കർത്താവ് നമ്മൾ പറയുന്ന ഈ വചനം എപ്പോഴും നിങ്ങൾ വായിക്കണം. സ്ഥിരമായി നിങ്ങളിത് വായിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ കർത്താവുമായിട്ടുള്ള ഈ വാക്തത്വം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാവും. അതാ പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അടുക്കിൽ വരും. യേശു പറഞ്ഞ എത്ര വലിയ വാക്തത്വമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, കർത്താവ് നിങ്ങളെ അടുക്കിൽ വരും. അടുത്തൊരു വചനം പറയുന്നത്, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ കർത്താവ് പറയാ, ലോകം എന്നെ കാണുകയില്ല. അപ്പൊ കർത്താവ് പറഞ്ഞ വാക്തത്വം, ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഈ മനസ്സിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ യേശുവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതൊക്കെ കർത്താവ്, ലോകം എന്നെ കാണത്തില്ല, പക്ഷെ നിങ്ങൾ ആത്മാവിലാണ് ജീവിക്കുവാൻ ആരംഭിക്കുന്നുവെങ്കിൽ ഒരു ഗുണം എന്താന്ന് പറയുന്നത്, അടുത്ത പറയാ, നിങ്ങൾ എന്നെ കാണും. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കാണും. അടുത്ത പറയാ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അപ്പൊ യേശു കർത്താവ് എന്താ ചെയ്യുന്നത്? യേശു കർത്താവ് ഇപ്പോഴും ജീവിക്കുന്നു. അപ്പൊ ജീവിക്കുന്നുണ്ട്, നിങ്ങളും ജീവിക്കും. അപ്പൊ നിങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് അല്ലേ? അപ്പൊ ഇനി ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വരണം. ആ ചിന്തകൾ എവിടെ നിന്ന്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ അനാഥരായി ഞാൻ വിടുകയില്ല. അപ്പൊ ദൈവത്തിന്റെ ചിന്തകൾ നമുക്ക് എപ്പോഴും ജീവിക്കുവാനുള്ള നിത്യജീവന്റെ ജ്ഞാനം ദൈവം നമുക്ക് നൽകിത്തരും. അടുത്ത പറയാം, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. അപ്പോൾ പ്രിയരെ, നമ്മുടെ അകത്ത് യേശു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബന്ധം കണക്റ്റ് ആകുവാണ്. എന്താണ്? നമുക്ക് യേശുവിനും കൂടെ ഇരിക്കുന്നതും നമ്മുടെ പിതാവായ ദൈവത്തെ അറിയുവാനും കൂടി ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകി തരുന്നു. അപ്പോൾ നമ്മൾ അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തൊരു വലിയൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. സ്വർഗീയ പിതാവിനെ കാണുവാൻ തക്കവണ്ണം യേശു മുഖാന്തരം നമുക്ക് അവസരം ദൈവം നൽകി തന്നു എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ എവിടെ കിട്ടാനാണ് പ്രിയരെ? ഈ ലോകത്ത് എത്ര വലിയ സമ്പത്തുകളും നേടിയാലും, എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയിട്ടും, പക്ഷെ നമുക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ ഉണ്ടാക്കിയ നമ്മുടെ കർത്താവല്ലേ. ആ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ. അടുത്ത വാക്യം പറയാം, എൻ്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കൽപ്പന ഇതാ. നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം ഇതാ. പ്രിയരെ, നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ. ഈ ദൈവവചനം നിങ്ങൾ കേൾക്കുകയും അതനുസരിക്കുകയും നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഭാഗ്യമുള്ള വ്യക്തികളായി തീരുമ്പോൾ അതാ പറയുന്നത്, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. അടുത്ത പറയാം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. അപ്പോൾ യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അടുത്തൊരു വാക്ക് പറയുകയാണ്, എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പോൾ യേശു കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ട് ഞാൻ നിങ്ങളെ തന്നെ നിങ്ങളുടെ അകത്ത് വെളിപ്പെടുത്തി തരുമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഈ വലിയ വാക്തത്വ വചനങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയായിട്ട് വെക്കണം പ്രിയരെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും എന്നുള്ള വാക്തത്വ വാക്കുകൾ എപ്പോഴും നിങ്ങൾ പറയണം. ഇത് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ യേശുവിനെ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം, യേശുവായിട്ട് വലിയ ബന്ധം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നീ അനാഥരായി ഞാൻ വിടില്ല എന്ന് പറഞ്ഞ ആ വാക്ക്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളത് യേശു നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരും. അന്ന് നിങ്ങൾ ആ ജീവിതത്തിൽ വലിയ സന്തോഷമായി തീരും. കാരണം ജീവനുള്ള ക്രിസ്തുവിനെ എനിക്ക് കാണുവാൻ പറ്റിയല്ലോ എന്ന് ദൈവം നിങ്ങൾക്ക് പറയാൻ തുടങ്ങും പ്രിയരെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആത്മധൈര്യമാണ്. ഈ ധൈര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും. ദൈവനാമം മഹത്വം കൊടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ.
പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ വളരണം, വചനത്തിൽ വളരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വിഷയമാണോ, മാനസിക പ്രശ്നങ്ങളുണ്ടോ, ആത്മീയ പ്രശ്നങ്ങളുണ്ടോ, എങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൗൺസിലിംഗ് നൽകി തരുന്നതാണ്. വൈകുന്നേരം 6 മണി തൊട്ട് 8 മണി വരെയാണ് സമയമുള്ളത്. ആ സമയത്താണ് നിങ്ങൾ ഫോൺ ചെയ്യേണ്ടത്. ആ സമയത്ത് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ എന്നെ കൈ കിട്ടും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ദൈവനാമം തുടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.